ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ, നിങ്ങൾ ഓണം എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ മാസം ഓഗസ്റ്റിൽ 18 തീയതി നിങ്ങൾക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് വരെയാണുള്ളത്. യെസ്, 26 വരെ എക്സാം ഉണ്ട്. അപ്പോൾ മക്കളിപ്പം സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കുന്നുണ്ടാവുമെന്ന് അറിയാം. അപ്പം ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട, തയ്യാറെടുക്കേണ്ട സമയമായി കഴിഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എക്സാമിനായിട്ട് സ്റ്റഡി ലീവുകളൊന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോഴേ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പം ആ സമയത്ത് പഠിക്കാനൊരു സമയം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കാതെ ഇങ്ങനെ ലേസി ആയിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 15 ഡേയ്സ് മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ 15 ഡേയ്സ് മിഷനിൽ പറയുന്നത്? യെസ്, വൺ ഷോട്ട് ലൈവ് ക്ലാസ്സുകളാണ്. അപ്പം നമ്മളുടെ ചാനലിൽ എക്സാമിനർ ക്ലാസ് 5ൻ്റെ യൂട്യൂബ് ചാനലിൽ വൺ ഷോട്ട് ലൈവ് ക്ലാസ്സുകൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഓണം എക്സാമിന് ബേസ് ചെയ്തുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാക്സിമം എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. മാക്സിമം അത് യൂസ്ഫുൾ ആക്കുക. എന്നിട്ട് നന്നായിട്ടിരുന്ന് അതിൻ്റെ കൂടെ, ആ ലൈവ് ക്ലാസ്സുകളുടെ കൂടെ ഇരുന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചാപ്റ്ററും, നമ്മളുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിയും. പിന്നെ റിവിഷനാണ്. കുറേ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് റിവിഷനാണ്. കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ പഠിച്ചതാണ്. ഒരുമിച്ചിരുന്ന് എല്ലാവരും ഇരുന്ന് പഠിച്ചതാണ് അല്ലേ, വൺ ഷോട്ട് ലൈവിലൂടെ. അതുകൂടാതെ ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ സ്കൂളിലും പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിക്കുന്നതാണ്. അപ്പം നമുക്കിതൊരു റിവിഷൻ കൂടിയാണ്. പഠിച്ചിട്ടുള്ള മക്കൾക്ക് ഇതൊരു റിവിഷൻ കൂടിയാണ്. പഠിക്കാത്തതായിട്ടുള്ള മക്കൾക്ക് ഇതൊന്ന് നന്നായിട്ടിരുന്ന് പഠിക്കാൻ കൂടെയുള്ള ഒരു ചാൻസ് ആണ്. ഇത് കഴിഞ്ഞ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓണം എക്സാം വരുമ്പം അതൊന്ന് റിവൈസ് ചെയ്തൊന്ന് മറച്ച് നോക്കാനേ ഒരു സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് നല്ല ധൈര്യത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി ടെൻഷൻ അടിച്ച് ഉറക്കളച്ച് അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. ഉറക്കളച്ചൊന്നും ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് ഉറങ്ങണം. ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എക്സാമിനെ ബാധിക്കും അല്ലേ. അപ്പോൾ എക്സാമിൻ്റെ ടൈമിലൊക്കെ നന്നായിട്ട് എൻ്റെ മക്കൾ ഉറങ്ങണം. അപ്പോൾ അങ്ങനെ സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റണമെങ്കിൽ നമ്മൾ നന്നായിട്ടിരുന്ന് പഠിക്കണ്ടേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇപ്പം നന്നായിട്ടിരുന്ന് പഠിക്കുക. ലേസി ആവാൻ പാടില്ല. അതുപോലെ തന്നെ മക്കളൊരു കാര്യം പറയട്ടെ, നമ്മളുടെ ലൈവ് ക്ലാസ്സുകളുടെ അനൗൺസ്മെൻ്റ് ഒക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും കേട്ടോ.